നിങ്ങൾ നിങ്ങളുടെ ഉപ്പയും ഉമ്മയും അച്ഛനെ അമ്മയും സ്നേഹിക്കണമെന്നൊന്നും ഞാൻ പറയത്തൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ആരും അവരെ വേദനിപ്പിക്കരുത്. മക്കളുടെ വേദനകളൊന്നും ഉപ്പമാർക്കും ഉമ്മമാർക്കും ഒന്നും താങ്ങാൻ പറ്റില്ല. നിങ്ങളുടെ വളർച്ചയിലും നിങ്ങളുടെ തകർച്ചയിലും ഈ ലോകത്ത് നിങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനും സന്തോഷിക്കാനും 2 ജന്മങ്ങളെ ഭൂമിയിൽ പിറവിയെടുത്തിട്ടുള്ളൂ. അത് ഉപ്പയും ഉമ്മയുമാണ്. അതുകൊണ്ട് അവരെ നിങ്ങൾ സ്നേഹിക്കണമെന്ന് പറയുന്നില്ല, അവരെ നിങ്ങൾ വേദനിപ്പിക്കരുത്. മാതാപിതാക്കളൊരു വാക്കുകൂടെ പറയാം, മക്കളെ എന്ന് പറഞ്ഞ് മാത്രം നിങ്ങൾ ജീവിക്കരുത്. മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉരുകരുത്. നിങ്ങൾ ഉരുകുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ഉരുകണം. നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കണം. അത് കണ്ട് നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ നിങ്ങളുടെ വാർദ്ധക്യം സന്തോഷമാവും. അല്ലെങ്കിൽ ആസ് പെർ ഐ ആം കൺസേൺ യു ആർ എ ബിഗ് സീറോ, നോ ഡൗട്ട്. തീർച്ചയായിട്ടും എല്ലാവരിലും സ്നേഹമുണ്ടാവട്ടെ. നമ്മുടെ മലപ്പുറത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റിലമെന്ന് ഈ ലോകത്ത് വിശേഷിക്കപ്പെടാൻ പറ്റുന്ന ഒരു മണ്ണ് ഈ മലപ്പുറത്തിൻ്റെ മണ്ണാണ്. തീർച്ചയായിട്ടും സ്നേഹങ്ങളിങ്ങനെ പൂത്തു നിൽക്കുന്ന, കൊടുക്കാൻ മാത്രം അറിയുന്ന എത്രയോ 1550ഓളം ഹൃദയങ്ങളെ മനുഷ്യനകത്ത് തുന്നിച്ചേർക്കാൻ പ്രവാസ ലോകത്ത് നിന്ന് തൻ്റെ വിയർപ്പിൻ്റെ സമ്പാദ്യങ്ങളെ ഓരോ മനുഷ്യൻ്റെ വീഡിയോ കണ്ടിട്ട് മാത്രം ഒന്നും പിൻപും ആലോചിക്കാതെ അയച്ചു കൊടുത്ത അപരന് ജീവൻ പകുത്തു കൊടുത്ത ജില്ല. എത്രയോ കിഡ്നി രോഗികളെ, എത്രയോ ഡയാലിസിസ് സെൻ്ററുകൾ, എത്രയോ ആതുരാലയങ്ങൾ, എത്രയോ വിവാഹങ്ങൾ, എത്രയോ ഭവനങ്ങൾ എല്ലാമേ മലപ്പുറത്തിൻ്റെ മണ്ണിൽ അത് ലോകോത്തരത്തിന് മാതൃകയാകുന്ന രീതിയിലാണ് നമ്മുടെ പ്രവർത്തനം മുൻപോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ആരെന്ത് പറഞ്ഞാലും, ആരെന്ത് പൊയ് വാക്കുകൾ ഉപയോഗിച്ചാലും മതസൗഹാർദ്ദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നാമ്പുകൾ എന്നും ഈ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വെന്നിക്കൊടി പാറിക്കുക തന്നെ ചെയ്യും. കാര്യം അത് കലയെ ഇഷ്ടപ്പെടുന്നൊരു മണ്ണാണ്. ദഫുമുട്ടിൻ്റെയും മാപ്പിളപ്പാട്ടിൻ്റെയും ഇശലുകളും ഒപ്പനകളുടെ താളങ്ങളും എല്ലാം നിലനിൽക്കുന്ന ഒരുപാട് മഹാരഥന്മാരുടെ പാദർശമേറ്റ മോയിൻകുട്ടി വൈദ്യരെ പോലെയുള്ള മഹാരഥന്മാരുടെ പാവന സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന മലപ്പുറം എന്ന ഈ മണ്ണിൽ ഇത്തരത്തിലുള്ള വലിയ ഒരു ത്വയ്ബ നൈറ്റ്, ഈ ത്വയ്ബ നൈറ്റ് എന്നും അത് ഉയരങ്ങളുടെ ആകാശത്തിൻ്റെ സീമകളിൽ അത് എന്നും ഒരു ഓർമ്മപ്പെടുത്തലും അത് ഒരു അടയാളപ്പെടുത്തലുമാകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.